ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻറ്റ് ആക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ എല്ലാ വ്ളോഗും കൂടുതലും രാവിലെ മുതലേ ഇല്ലേ എന്താണ് ആ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കൂടുതലായിട്ട് എനിക്കിൽ എന്താണ് കാണിക്കാനെല്ലാം ഇല്ലത്. അപ്പോൾ രാവിലത്തെ കത്തലിൻ്റെ പരിപാടികളെല്ലാം നോക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വേഗം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിലായതുകൊണ്ട് പിന്നെ വേഗമാകും. പത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വലിയ പണിയൊന്നുമില്ല പത്തിലാവുമ്പം. ജസ്റ്റ് അങ്ങ് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഒരു പൊടി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കലാണ്. അപ്പോൾ ഇത് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ആ ഒരു ചൂടെല്ലാം ഒന്ന് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് വെയിറ്റ് ആക്കലാണ്. അപ്പോൾ പത്തിലെല്ലാം സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും കൂടുതൽ പത്തിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. രാത്രി ആയാലും രാവിലെ ആയാലും എല്ലാം പത്തിൽ തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ടുണ്ടല്ലോ മെയിനായിട്ട് പത്തിലിന് ആ ഒരു ചിക്കൻ തേങ്ങയിൽ ഇട്ടിട്ടൊരു കറി ഉണ്ട് കേട്ടോ ഉണ്ടാക്കൽ. കുറച്ചൊരു തിക്കായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. പക്ഷെ അതെല്ലാ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. ആ ഒരു പത്തിൽ നെയ്പ്പത്തിൽ അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് കേട്ടോ ആ ഒരു കറി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങോട്ടാണ് തോന്നിട്ട് കൂടുതലുള്ളത്. പിന്നെ കണ്ണൂർ ജില്ലയിലാണെങ്കിലും ഈ കണ്ണൂർ തലശ്ശേരി ആ ഒരു ഭാഗത്തൊന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനെന്തായാലും ആ നാട്ടിലല്ല, അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ കൂടുതലായിട്ട്. പക്ഷെ അങ്ങോട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടൊന്നും കാണലില്ല. കാരണം നമ്മളിപ്പോൾ ഗൾഫിലെല്ലാം ഉള്ള ടൈമിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ പല നാട്ടിലുള്ള ആൾക്കാർ നമ്മളെ പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞൊരറിവ് വെച്ചിട്ട് ആ ഒരു ഭാഗത്തൊന്നും ഈ ഒരു കറി ആക്കിയിട്ടേ ഇല്ല കേട്ടോ. അതായത് ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ആയിട്ട് പത്തിൽ നെയ്പ്പത്തിൽ അതിൻ്റെ ഒന്നും ഒരുമിച്ച് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറി മെയിനായിട്ട് വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ആ ഒരു ഏരിയയിലെല്ലായിട്ടാണ് ഈ ഒരു കറി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിലും അതിൻ്റെ ഒരു എൻഡ് ഭാഗത്താണ് കേട്ടോ നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പകുതി കണ്ണൂരും പകുതി കാസർഗോഡ് ജില്ലയിലെ ആ ഒരു ടച്ചപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ആക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി തക്കാളി അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടുള്ളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കലാണ്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു കറി തന്നെയായിരിക്കും ഉണ്ടാക്കൽ. പിന്നെ ഇതിൽ ഉള്ളി തക്കാളിയൊന്നും കൂടുതലായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ചില ആൾക്കാർ ഓരോരോ രീതിയിലാണ് നമ്മളിങ്ങോട്ട് ഇതാക്കലും. ചില ആൾ എല്ലാം ഒരുമിച്ചിട്ട് മസാലപ്പൊടി എല്ലാം ഒരുമിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കലും ഉണ്ട്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ചെയ്യാന്നല്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നവരൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓവറായിട്ട് ഇങ്ങനെ മസാല പോലെ ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇതിപ്പോൾ നമ്മൾ മല്ലി മുളക് മിക്സ് ആക്കിയതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഒരു കാശ്മീരി മുളക് പൊടി. അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ നോർമൽ മുളക് മല്ലി അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി മൊത്തത്തിൽ നമ്മൾ അതിൽ മസാലയിലെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനെല്ലാം ഇട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ചിക്കനെല്ലാം ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമ്മൾ ചിക്കനിൽ നല്ല പോലെ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഒരു ഉപ്പും കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവാനില്ല ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ചിക്കനെല്ലാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ആകുകയും ചെയ്യും, കുറച്ചും കൂടിയും ടേസ്റ്റും ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ കുക്കായി വരുന്നതാണ് കേട്ടോ കുറച്ച് നല്ലത്. അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തെ സൈഡിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചിക്കനെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന സംഭവമാണല്ലോ. നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ കറിയെല്ലാം ഒന്ന് സൈഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കലാണ്. എനിക്ക് ചായ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്കായിട്ട് എനിക്ക് ചായ കുടിക്കലൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാടും വെറും വയറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കും കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം അങ്ങനെയായിട്ട് ഏതെങ്കിലും ഒന്നായിട്ട് രാവിലെ കുടിക്കും. അതിനുശേഷം ഞാൻ ഈ പണികളെല്ലാം ചെയ്തിട്ട് ആ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി ഏകദേശം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാൻ ചായയെല്ലാം കുടിക്കൽ. അപ്പോൾ ഇതാ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ തേങ്ങയിലൊന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ തേങ്ങ നോക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച ബോക്സ് മാറിപ്പോയി കേട്ടോ, പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ തേങ്ങയെല്ലാം ഇതുപോലെ ഫ്രീസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുതലും വെക്കൽ. അതാകുമ്പോൾ നമുക്ക് വേഗം എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് വേറൊരു ബോക്സ് ആയിരുന്നു കേട്ടോ, നമ്മളെ പുട്ടുപൊടി ബാലൻസ് ഉണ്ടായതാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തേങ്ങ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കറിവേപ്പിലയിലൊന്ന് പറിച്ചെടുക്കലാണ്. പിന്നെ ഇല്ലേ നമ്മളിവിടെ കറിവേപ്പിലയെല്ലാം അത്യാവശ്യം മാഷാല്ലാ നല്ലപോലെ കറിവേപ്പിലയെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നട്ടോ, ആ ഒരു ഇലകൾക്കെല്ലാം ഒരു ഒരു കുത്ത് സംഭവം വന്നിട്ട് കറിവേപ്പിലയെല്ലാം എന്തോ ഒരു കോലത്തിലായി വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയില്ല, അങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു തണുപ്പിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നട്ടോ, ആ ഒരു ക്ലൈമറ്റെല്ലാം ചേഞ്ചായി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കാണുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്പെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം. അപ്പോൾ ഇത് ആയിഷു ന്യൂസ് പേപ്പറെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവൾ വന്നിട്ട് ഫസ്റ്റ് എണീച്ചത്. കാരണം എല്ലാ ദിവസവും നമ്മൾ പോയിട്ട് എണീപ്പിച്ചാലാണ് ഇവരെല്ലാം എണീക്കൽ. പക്ഷേ ഇന്ന് നേരത്തെ കാലത്തേ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നേരത്തെ പുറത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ നല്ല പോലെ ഫ്രീസായിട്ടാണ് കേട്ടോ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ടൊന്നും കുക്കാകണ്ട, ഏകദേശം ഒരു ഹാഫ് കുക്കാകുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസായ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ചിക്കനും തേങ്ങയും കൂടിയിട്ട് മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഉമ്മ ഇടുന്ന് പത്തിലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിലും ഒരു സൈഡിൽ നിന്നാവും ഒരു സൈഡിൽ നിന്ന് കറിയും ആകും. അപ്പോൾ ഇതാ തേങ്ങ അതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫുൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിക്കന്. ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഇല്ല, ഒരു 1 kg അടുത്ത് ഉണ്ടാവും കേട്ടോ ഈ ഒരു ചിക്കൻ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ മൊത്തത്തിൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതും ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയാണ് കേട്ടോ അതെല്ലാം ആക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തേങ്ങയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതാടനെ അങ്ങ് കുക്കായി കിട്ടുമല്ലോ. നമ്മൾ തേങ്ങയും ചിക്കനും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു എക്സ്ട്രാ വെള്ളമെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് വെറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉണ്ടായാൽ. നമ്മളിങ്ങോട്ട് ചിക്കൻ വറവ് അങ്ങനെയെല്ലാം കേട്ടോ ഇനി പറയൽ. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പം തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗരം മസാല അങ്ങനെ ഒരുപാട് മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ആ ഒരു കുറച്ച്
സ്പൈസി ആകാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കലാണ്. പിന്നെ തേങ്ങ ആയതുകൊണ്ട് കുറച്ചൊരു സ്വീറ്റായിട്ട് അല്ലേ ഉണ്ടാവല്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മളെ മല്ലിയില കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി കേട്ടോ. ഏകദേശം റെഡിയായി എന്ന് പറയാം. കാരണം ഇതിൽ കുറച്ചും കൂടിയും വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കുക. പിന്നെ കൂടുതലും കുറച്ചൊന്ന് വെറ്റിച്ചെടുത്താൽ ഒരു ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. പിന്നെ ചില ആൾക്കാർ അങ്ങനെ ഓവറായിട്ട് വെള്ളമൊന്നും വെറ്റിക്കാണ്ട് ഇങ്ങനെ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ആക്കലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ ബാക്കി ഉമ്മ കറിയും പത്തിലെല്ലാം ഉമ്മ നോക്കും കേട്ടോ, പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് ഹംദാനെ എണീപ്പിക്കലാണ്. അപ്പോൾ ഇപ്പം നല്ല തണുപ്പ് ഇതെല്ലാം ആയതുകൊണ്ടുണ്ടല്ലോ ഇവർക്കെല്ലാം ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. സ്കൂളിൽ പോകാനല്ല, അവർ രാവിലെ എണീക്കാൻ ഭയങ്കര ഒരു മടിയാണ് ഇപ്പോൾ. ഇല്ലെങ്കിൽ നേരത്തെ കാലത്തെ എണീച്ച് വരുന്ന ആൾക്കാരെല്ലാം ഇപ്പം മൂടിപ്പതിച്ച് ഉറങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആയിഷമാണ് കേട്ടോ ഫസ്റ്റ് എണീച്ച് വന്നത്. അപ്പോൾ ഹംദാന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഓനോട് ഒന്ന് വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് സെറ്റാക്കിയതാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇത് ഓനെ ഫ്രഷ് ആകാനായിട്ടെല്ലാം ഉമ്മ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയില്ലേ പത്തിലെല്ലാം ഒന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് പത്തിൽ പിന്നെ ഇങ്ങനത്തെ പത്തിലായതുകൊണ്ട് വേഗം സിമ്പിളാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് ഈ ഒരു പത്തിൽ തന്നെയാണ് കേട്ടോ ചുടൽ. ഒറോട്ടി എന്ന് പറഞ്ഞ സംഭവമൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ചുടലില്ല കേട്ടോ, നോർമൽ പത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ഒറോട്ടി എന്ന് പറഞ്ഞ സംഭവം കണ്ടത് ഏകദേശം പത്തിലിൻ്റെ എല്ലാം കോലം തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ ഒറോട്ടിയാണ് കേട്ടോ ചുടൽ. അപ്പോൾ ഞാൻ എൻ്റെ മംഗലെല്ലാം കഴിഞ്ഞ് അതായത് കല്യാണം കഴിഞ്ഞ് പോയ ആ ഒരു ടൈമിൽ ഒറോട്ടി എന്നെല്ലാം പറയുമ്പോൾ ഞാൻ വിചാരിച്ച് വേറെ എന്തോ സംഭവമായിരിക്കും ഈ ഒറോട്ടി എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളങ്ങോട്ട് ഇത് അറിയേ ചെയ്യില്ല കേട്ടോ ഈ ഒറോട്ടി എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഇത് ചുട്ടെടുക്കുന്ന കാണുമ്പോൾ നമ്മൾ പത്തിൽ തന്നെയല്ല ഈ ഒറോട്ടി എന്ന്. അപ്പോൾ അതിങ്ങനെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചുട്ടെടുക്കൽ. പിന്നെ കൈ കൊണ്ടും പരത്തലുണ്ട്. നമ്മൾ തന്നെ ഇങ്ങോട്ട് കുറച്ച് നേര് ടൈപ്പാണ് ഈ ഒരു പത്തിൽ വരുന്നത്. കുറച്ച് നേർങ്ങനെ ആക്കിയിട്ട് അങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം മെയിനായിട്ട് ഈ ഒരു പത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ആ പത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് എല്ലാം ഇത് തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ മക്കൾക്ക് ഇങ്ങനത്തെ എല്ലാം തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിരിക്കും. അങ്ങനെ ചോറിനോടൊന്നും വലിയൊരു താല്പര്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആഴ്ചക്ക് ഒരിക്കലേ ചോറുണ്ടാക്കലില്ല. കാരണം ചോറ് നമുക്ക് ആർക്കും അങ്ങനെ തീരെ ഇഷ്ടമേ ഇല്ല കേട്ടോ ഇപ്പം. പിന്നെ രാവിലത്തെ ഫുഡെല്ലാം ഉണ്ടാക്കിയാൽ അതന്നെ ഉച്ചക്കും അങ്ങനെ കഴിക്കും. പിന്നെ എന്തും നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ എല്ലാം വേസ്റ്റായി പോകില്ല. എന്തിനാ വേസ്റ്റാക്കി കളയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ കഴിച്ച് പിന്നെ മക്കൾ വരുമ്പോൾ ആ ഒരു ടൈമിനാകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഫുഡെല്ലാം ആക്കി വെക്കലാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹംദാന് രാവിലെ അത്യാവശ്യം കഴിച്ചുകൊണ്ട് തന്നെ ഇന്ന് നട്ട്സ് ഇങ്ങനെ ചെറുങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത് ഓന് കഴിക്കുന്ന രീതി നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു 11 മണിക്ക് കഴിക്കാനില്ല ആ ഒരു സ്നാക്ക് ബോക്സ് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ അവരങ്ങനെ ബസ്സിലെല്ലാം കയറി, ബസ്സെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കുറച്ചൊരു റിലാക്സിങ്ങിൻ്റെ ഒരു ടൈമാണ് കേട്ടോ. കാരണം ആ ഒരു ഓട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് ഒന്നിങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ പിന്നെ കിച്ചണിലെല്ലാം പിന്നെ ഒന്നും പോകുമല്ലോ കേട്ടോ ആ ഒരു ടൈമിന്. പിന്നെ അവരെ സ്കൂൾ അയക്കുന്ന ആ ഒരു ടൈമിന് എല്ലാവരും ഇപ്പുറത്തേക്ക് വന്ന് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്പുറമെല്ലാം ഓപ്പൺ ആക്കിയതെല്ലാം ഒന്ന് പൊത്തി മൂടി വെച്ചെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴേ നമ്മൾ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് പോകില്ല കേട്ടോ. കാരണം ആ ഒരു ഇതെല്ലാം കിച്ചണിൽ ആ ഒരു അടുക്കള യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ സിറ്റ് ഔട്ടിലെല്ലാം ഇരുന്ന് ഒന്ന് റിലാക്സായി ഒന്ന് മുറ്റത്തെ അയിലെല്ലാം നടന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് കയറൽ. പക്ഷേ ഓരോരാൾക്ക് ഓരോരോ രീതിയായിരിക്കും. ചില ആൾക്കാർ മക്കളെല്ലാം പോയതിന് ശേഷം അപ്പാടെ തന്നെ കിച്ചണിൽ കയറി എല്ലാം ചട്ടപ്പെടാന്ന് പറഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ആവില്ല കേട്ടോ. ഞാൻ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് റിലാക്സായി കുറച്ചൊരു ഫ്രീ ആയിട്ട് ഇരുന്നതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്ന് എല്ലാം ചടപടാന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പക്ഷി ഒന്ന് വാങ്ങുന്നത് ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ മാഷാ അല്ലാഹ് ഇവിടെ മുട്ടയെല്ലാം വിരിഞ്ഞ് പക്ഷിക്ക് മക്കളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ മുട്ടയെല്ലാം വിരിഞ്ഞുകൊണ്ടുണ്ട്. അപ്പം ഇത് സംഭവം ഉണ്ടല്ലോ ഇന്ന് ഈ ഒരു വ്ളോഗ് എടുക്കുന്ന അന്ന് രാവിലെ ഇത് കൂട്ടുന്ന ഫസ്റ്റ് ടൈമായിട്ട് ആ ഒരു ചട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് കൈ തൊട്ടേരം ജസ്റ്റ് ഉണ്ട് അതെൻ്റെ കൈമലേക്ക് കയറി വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അടിപൊളിയാണെന്നല്ലോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അത്ര ഫോട്ടോയും വീഡിയോസും ഒന്നും എടുത്താൽ എനിക്ക് മതിയാകുകയേ ചെയ്യില്ല ഇങ്ങനത്തെ എല്ലാം കാര്യം കാണുമ്പോൾ. അപ്പം ഞാൻ ആദ്യം കൂട്ടുന്ന തന്നെ കുറച്ച് സമയം കൈമ തന്നെ വെച്ച്. അപ്പോൾ ഇത് നല്ല പാങ്ങിൽ
ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈമ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം, എന്താകും പറക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നോക്കലാന്ന് കേട്ടോ. പിന്നെ ഈ ഒരു ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പുറത്തിറങ്ങിയാൽ പിന്നെ ഒറ്റ പറക്കലാന്ന് കേട്ടോ, പിന്നെ അവരെ കിട്ടുകയേ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗെല്ലാം എടുത്ത് കുറേ ദിവസത്തിന് ശേഷം ഈ ഒരു ബേർഡ്, ഈ ലവ് ബേർഡ്സ് അങ്ങ് പറന്ന് പോയിട്ടുണ്ടായിന് കേട്ടോ, ഈ ഒരൊറ്റൊന്ന്. അപ്പോൾ ഇത് നല്ല രസം ഉണ്ടായിന് കേട്ടോ. എന്തായാലും കൈമ വന്നിരുന്നോണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാനും പറ്റി. ഇത് അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസെല്ലാം ഇട്ട ടൈമിൽ എല്ലാവർക്കും അത്ഭുതമായിട്ടുണ്ടായിന്. കാരണം ഇത് ഇങ്ങനെ കൈമേൽ ഇരിക്കുന്നതെന്ന് പറയുമ്പം, പക്ഷേ ഇത് സംഭവം കൈമ ഇരുന്നത് ആ ഒരു കൂട്ടുന്ന ഫസ്റ്റ് ടൈം ഇങ്ങനെ പുറത്തിറങ്ങിയോണ്ട് ഇതിൻ്റെ ചിറകെല്ലാം ഒന്ന് സെറ്റായി വരുന്നത് അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് കൈമ ഇരുന്നിട്ടുള്ളത്. ഇനി ആരും പോയിട്ട് കൈമ പിടിച്ചെടുക്കണ്ട, കാരണം ഇതെന്തായാലും പാറിപ്പോകും. കാരണം ഇതിങ്ങനെ പിന്നെ ഞാൻ കുറേ ടൈം ഒരു ഉച്ചയിലാകുമ്പോൾ വന്ന് നോക്കിയാലും പിന്നെ ഇത് വരുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എന്നെ കാണുമ്പം തന്നെ ഇതങ്ങനെ മുകളിലേക്ക് പാറിയിട്ടുണ്ടായിന്. അപ്പം അങ്ങനെയാണ് നമ്മളെ പക്ഷീൻ്റെ കഥ. എന്നാലും ഇത് കൈമേലം വരുമ്പം ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് അത്ര തന്നെ. അങ്ങനെ ഇപ്പം ഇതാ ഞാനും ഉമ്മാവും, അപ്പോൾ ഉമ്മാവും ഐഷ ഫാത്തിമാവും വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവരും ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കഥ പറയലാണ് കേട്ടോ. പിന്നെ എനിക്കും ഉമ്മാക്കും നമ്മൾ ഈ ഒരു ടൈമിനാണ് കേട്ടോ കൂടുതൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം ഷെയർ ആക്കൽ. പിന്നെ എന്തല്ലോ കാര്യമായി പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ, എഡിറ്റിങ് അങ്ങനെയെല്ലാം ആയിട്ട് ഫുള്ള് ബിസി ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഫോണും ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ എല്ലാ ഇതും നമ്മൾ നോക്കണമല്ലോ. നമ്മൾ എപ്പോഴും നമ്മൾ ഫുള്ള് ബിസി ആയിട്ട് ഇരുന്നാൽ ശരിയാവില്ല. ഇടയ്ക്ക് നമ്മളെ ഫാമിലി ആയിട്ടും കുറേ സ്പെൻഡ് ചെയ്യാൻ ടൈം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് വേറൊരു വ്ളോഗിൽ പറയട്ടെ, എൻ്റെ ഒരു റൊട്ടീനെല്ലാം. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിക്കെല്ലാം പറിച്ചിട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് പുഡിങ്ങെല്ലാം ആക്കാൻ വേണ്ടിക്ക് ഇന്നലെ തേങ്ങ വരയ്ക്കുന്ന ആൾ വന്നേരം ഞാൻ ജസ്റ്റ് കുറച്ച് കരിക്കെല്ലാം ഒന്ന് പറിച്ചെടുത്തതാണ്. പിന്നെ നാട്ടിൽ വന്നേ പിന്നെ നമ്മൾ കരിക്കൊന്നും അങ്ങനെ കുടിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പം ഏതായാലും തേങ്ങ വരയ്ക്കുന്ന ആൾ വന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കരിക്കെല്ലാം ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അലക്കൽ പണിയും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം രാവിലത്തെ കഴിഞ്ഞിട്ട് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആയിഷു സ്കൂളിലെല്ലാം പോയി. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ മുകളിലെൻ്റെ ബെഡ്റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇവിടുന്നൊരു 2-3 സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടായിന്. അപ്പോൾ മുകളിൽ നമ്മളങ്ങനെ യൂസ് ആക്കലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മുകളിൽ എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ കയറലേ ഇല്ല. അപ്പോൾ ഞാൻ കുറേ നാളായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഡെലിവറി ടൈമിൽ ആ ഒരു കുറേ നാളായി കേട്ടോ മുകളിലേക്ക് കയറിയിട്ട്. അപ്പം വെറുതെ ഒന്ന് മുകളിലെല്ലാം കയറി എല്ലാം ഒന്ന് തുറന്നിടാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രോളർ കണ്ടേരം എനിക്ക് ആയിഷു ചെറിയതില്ല ടൈമിൽ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതങ്ങനെ വെച്ച് ആ ഒറ്റൊരു പ്രാവശ്യം അങ്ങനെ എവിടെയോ നമ്മൾ ട്രിപ്പ് പോയ ടൈമിൽ അങ്ങനെ എടുത്തതാണ്. പിന്നെ അത് ആ ഒരു മെമ്മറീസായിട്ട് അവിടെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അത് ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബെഡ്റൂമിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ അറ എന്ന് പറയും. നമ്മളിങ്ങോട്ട് അറ പുതിയ ആപ്പിളക്ക് കൊടുക്കുന്ന ഒരു അറ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ മുകളിലായതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ നമ്മൾ മാത്രമേ ഇപ്പം ഇല്ലും. പിന്നെ എല്ലാവരും വരുന്ന ടൈമിലാണ് മുകളിലെല്ലാം യൂസ് ചെയ്യൽ. പിന്നെ എനിക്കൊരു ബ്രദറാണ് കേട്ടോ ഇല്ലത്. അപ്പോൾ അതെല്ലാവരും കമൻറ്റിൽ അധികം ആളും ചോദിക്കുന്നതാണ് നമ്മൾ എത്ര മക്കളാണ്, ആരെല്ലാം ഇല്ലത്, സിസ്റ്റർ ഉണ്ടോ ബ്രദർ ഉണ്ടോ അങ്ങനെ. അപ്പോൾ എനിക്കൊരു ബ്രദറാണ് കേട്ടോ ഇല്ലത്, ആൾ മൂത്ത അതാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഫാമിലി ആയിട്ട് ദുബൈ തന്നെയാണ് കേട്ടോ ഇല്ലത്. എൻ്റെ മുമ്പത്തെ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ഇനി ഇൻഷാ അല്ലാഹ് എപ്പോൾ നാട്ടിൽ വരുമ്പോൾ വീണ്ടും വ്ളോഗിൽ കാണിക്കുക. ഇപ്പോൾ അവർ ഗൾഫിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് തന്നെ അവൻ്റെ റൂമുണ്ട്. അങ്ങനെ എനിക്ക് പിന്നെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കലൊരു പാങ്ങ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഇങ്ങനെ പഴയ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു പഴയ ഓർമ്മയിലേക്കെല്ലാം ഇടയ്ക്കൊന്ന് പോകും. പിന്നെ കബോർഡെല്ലാം ഫുള്ള് ഇതായിട്ടാണ് കേട്ടോ ഉള്ളത്. മൊത്തത്തിലിങ്ങനെ വലിച്ചു വാരിയിട്ടൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഡ്രസ്സെല്ലാം കൊണ്ടേക്കാൻ അങ്ങനെയെല്ലാം ഇങ്ങോട്ടേക്കെല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് മുകളിലേക്ക് അങ്ങനെ കയറലേ ഇല്ല കേട്ടോ. ഒന്നാമത് കയറാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടുകയേ ചെയ്യില്ല.
ശരിക്കും പറഞ്ഞാലുണ്ടല്ലേ ഈ ഒരു കബോർഡിലുള്ള സാധനങ്ങളെല്ലാം കുറേ നാളായിട്ടോ ഞാൻ കണ്ടിട്ട്. ഞാനെപ്പോൾ നാട്ടിൽ വെക്കേഷൻ ടൈമിലെല്ലാം നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാം ഇതെല്ലാം ഒന്ന് എടുത്ത് നോക്കണേനൊന്ന്. അപ്പോൾ ഈ ഒരു ബോക്സിലില്ലതെല്ലാം അതെല്ലാം ഇപ്പം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, ഈ ഒരു ബാഗ് സംഭവങ്ങളെല്ലാം. പിന്നെ കുറേ മെമ്മറീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൽ, മക്കളെ ഐറ്റംസ് എല്ലാം. പിന്നെ ഈ ഒരു ബൗച്ചെല്ലാം. പിന്നെ ഞാൻ അങ്ങനെ ബാഗൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ, കാരണം എനിക്കങ്ങനെ ബാഗൊന്നും എടുത്തിട്ട് പോകുന്നത് വലിയൊരു താല്പര്യമല്ല. പിന്നെ നമ്മളങ്ങനെ പിന്നെ ഇപ്പം ഞാനിങ്ങനെ പുറത്തെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഷോപ്പിങ്ങിനും അങ്ങനെയെല്ലാം പോകുന്ന ടൈമിലാണ് ബാഗെല്ലാം യൂസ് ആക്കൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ആയിഷാൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ, അതായത് ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ടൈമിലെല്ലാം ഉണ്ടായ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇത്. പിന്നെ എനിക്കൊരിതുണ്ട്, അതായത് എനിക്കിങ്ങനെ ഒന്നും കളയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതായത് ഇങ്ങനത്തെ ഐറ്റംസ് അല്ല ഈ മക്കളെ ഐറ്റംസ്. പിന്നെ എൻ്റെ ഇങ്ങനെ എന്തെങ്കിലും നമുക്കിങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ചില ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ല, അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ എല്ലാം സൂക്ഷിച്ച് വെക്കും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ കുറേയെല്ലാം പോയി. പിന്നെ ഞാനില്ലാത്ത ടൈമിൽ മുമ്പ് നമ്മൾ ഗൾഫിലേരം ഹംദാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ നാട്ടിൽ വന്ന ടൈമിൽ ഓൻ ഈ റൂമിൽ കയറിയിട്ട് ഒരുപാട് ഐറ്റംസ് ഓന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയാണ് ഞാനിവിടെ വന്ന ടൈമിൽ ഇവിടെ എല്ലാം മൊത്തത്തിൽ ഓനൊന്ന് തലകുത്തി മറിച്ച് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഇത് ഹംദാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഓൻ്റെ ഫസ്റ്റ് ടൈം ഓനിക്കിപ്പോൾ 5 വയസ്സായി. അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇട്ടെടുത്തൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ഒരു മെമ്മറീസ് ആയിട്ട് ഞാനങ്ങനെ ഒരു മെമ്മറബിൾ, നമ്മൾക്ക് ഭയങ്കര ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഡ്രസ്സ് എനിക്ക് എപ്പോൾ മറക്കാൻ പറ്റാത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റ് എവിടെയോ മിസ്സായി പോയിട്ടുണ്ടായിന്. പക്ഷെ നല്ല രസമാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ക്രൗണായിട്ട് വരുന്ന ഈ ഒരു സംഭവം ഇത് യൂസ് ആക്കിയിട്ടേ ഇല്ല കേട്ടോ, പക്ഷേ നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് എടുത്തു വെച്ചതാണ്. ശരിക്കും ഞാനിത് കുറേ നാളായിട്ട് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഞാനെല്ലാം എടുത്തു നോക്കുന്നില്ല, അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന്. പിന്നെ നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ എല്ലാം വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടമാണെന്നെല്ലാം കമൻ്റ് ആക്കിട്ട. ഇങ്ങനത്തെ മെമ്മറീസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു സംഭവം തന്നെ. ഇത് മൂത്ത ആളെ ടർക്കിയാണ് കേട്ടോ. ഇത് മൂത്ത മോനിക്ക് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന ആ ഒരു ടൈമിലെല്ലാം അത്ര ഒരു ക്വാളിറ്റി എല്ലാം കുറഞ്ഞ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തെല്ലാം ഏകദേശം 12 വർഷമായിട്ടുണ്ട് ഓനിക്കിപ്പം 12 വയസ്സായി കേട്ടോ മൂത്ത മോനിക്ക്. പിന്നെ കുറച്ച് ട്രോഫി അല്ല, കുറച്ച് മെഡൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ആടുന്ന് ദുബൈത്തെ സ്കൂളിൽ നിന്നെല്ലാം കിട്ടിയ കുറച്ച് ഐറ്റംസാണ് അതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ഈ ഒരു ബോക്സിൽ തന്നെ അങ്ങനെ ഇട്ട് വെക്കലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതെല്ലാം നമ്മളൊരു മൊമെൻ്റ് അല്ലേ ഇങ്ങനെ നമുക്ക് കാണുമ്പം. പിന്നെ ഈ ഒരു ഷൂസ് ഇത് ആയിഷൂൻ്റെയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു ഷൂസ്. കാരണം എനിക്ക് ബേബി ഗേൾ എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ പെൺകുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും അങ്ങനെയല്ലേ, പെണ്ണിനെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ആശിച്ച് കൊതിച്ചിട്ടാണ് മൂന്നാമത് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നമ്മളവിടെ ഒരു 5-ാം മാസത്തിൽ സ്കാനിങ്ങിന് പോകുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ കുട്ടി എന്താണെന്ന് ചോദിക്കാനിങ്ങനെ നിൽക്കും. പക്ഷെ അത് ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതെയാണ്, കാരണം ഞാൻ വിചാരിച്ചു പിന്നെ ചില വിശ്വാസങ്ങളുണ്ടല്ലോ, ഈ രണ്ട് ആൺമക്കളായാലും 3 മുട്ടും അങ്ങനെ നിങ്ങളങ്ങോട്ടെല്ലാം ഉണ്ടോ എന്ന് പറയട്ടോ. ഇങ്ങനെ 2 ആൺമക്കളായാലും 3-ാമത്തെ ആണായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ചോദിക്കാനേ നിന്നിട്ടില്ല കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചത് എന്തായാലും 3-ാമത്തെയും ആണെന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പം ഗേള് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്തില്ല ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതായിരിക്കും പറഞ്ഞറിയിക്കാനേ പറ്റൂല. പിന്നെ ആണായാലും പെണ്ണായാലും നല്ല മക്കളാകണം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇല്ലത്, അതുപോലെ തന്നെ. അപ്പം പിന്നെ പെൺകുഞ്ഞിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം അത്ര തന്നെ. അപ്പം
ആ ഒരു ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അന്നത്തെ ദിവസം ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആ ഒരു ഷൂസ്. ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറിയ ടൈമിൽ, കാരണം എനിക്ക് ആ ഒരു ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഉണ്ടായത്. അതൊന്നും നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല കേട്ടോ, കാരണം ഞാനൊക്കെ അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം. അപ്പം അന്നത്തെ ആ ദിവസം വാങ്ങിച്ചത് ഞാനതിങ്ങനെ എപ്പോൾ ഞാനിങ്ങനെ അത് സൂക്ഷിച്ച് വെക്കലാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കേ ഞാനിങ്ങനെ വന്ന് എടുത്ത് നോക്കും. ഇപ്പം ആവശ്യമെല്ലാം വലുതായില്ല, പക്ഷേ ഇപ്പം ഓൾക്കത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൾക്കത് കളിക്കാനെല്ലാം വേണ്ടി വരും. പക്ഷെ ഞാൻ കൊടുക്കൂല കേട്ടോ, ഞാനിങ്ങനെ എൻ്റെ ആ ഒരു ഇലന്നെ അങ്ങനെ വെക്കലാന്ന്. ഇനിയിപ്പോൾ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ കാണുന്നത്. കാരണം ഇത് ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 8, 9, 10 ആ ഒരു ടൈമിൽ കുറച്ച് ഗ്രീറ്റിംഗ് കാർഡെല്ലാം കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡെല്ലാം കൊടുക്കുന്ന ടൈമില്ലേ, അതായത് ഈ ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം ഏകദേശം അടുപ്പിച്ചല്ലേ വരുത്ത്. അപ്പം നമ്മൾ എന്താ പറയുക, അതിന് ഈ ക്രിസ്മസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇടും. അതായത് എല്ലാവരുടെ പേരെഴുതിയിട്ട് ഇപ്പം നമ്മൾ വേറൊരു ഫ്രണ്ടിനായിരിക്കും കൊടുക്കേണ്ടത്, ആള് വേറൊരാൾക്ക്, അങ്ങനെ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇതുപോലെ കാർഡും പിന്നെ എന്തല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ആയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇല്ല കുറച്ച് കാർഡെല്ലാമാണ്. പിന്നെ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതും എൻ്റെ ചെറുപ്പത്തിലെയാണ് കേട്ടോ. ഇത് എൻ്റെ കുറേ കുഞ്ഞു ഫോട്ടോസ് എല്ലാം എടുത്തൊരു ക്യാമറയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതൊരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ഈ പണ്ട് ഏതോ ഒരു ഉർവശി സിനിമയിൽ പറഞ്ഞ പോലെ ഈ കുറേ പുരാവസ്തു സംഭവങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെക്കാനായിട്ട്. പക്ഷെ കുറേ സാധനമൊന്നും ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ കഥ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 8, 9, 10 ആ ഒരു 3 ക്ലാസ്സിൽ നിന്ന് എനിക്ക് നമ്മളിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതിൽ 2, 3 ഉണ്ടായിട്ട് ഞാൻ വാങ്ങിച്ചതുകൊണ്ട്, പിന്നെ ഇതിൽ കുറേ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായതെല്ലാം കുറേ ഇടയിലോ മിസ്സായിപ്പോയി. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചതേനു. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ശരിക്കും ആ ഒരു ഡിസംബർ മാസം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം നമ്മൾ സ്കൂൾ പോകുന്ന സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ ഇതിങ്ങനെ എല്ലാ ഷോപ്പിലും ഇങ്ങനെ വെച്ചിട്ടെല്ലാം കാണുമ്പം അതൊരു വേറെ തന്നെ ഒരു വൈബാണെന്നല്ലേ. ശരിക്കും ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാനേ പറ്റൂല. പിന്നെ ആ ഒരു സമയത്തൊന്നും വലിയ രസമില്ലെങ്കിലും, പക്ഷേ ഇപ്പം നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്കൂൾ ലൈഫ്, പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് 15 വയസ്സ് ആ ഒരു 16ലേക്ക് കിടക്കുന്ന ആ ഒരു ടൈമിനായിരുന്നു കേട്ടോ. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ മംഗലം കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിൽ എക്സാം കഴിഞ്ഞ് ജൂലൈ 15-നാണ് കേട്ടോ മംഗലം ഉണ്ടായത്. അപ്പോൾ മാർച്ചിൽ എക്സാം കഴിഞ്ഞ് ജൂലൈ 15-ന് മംഗലവും കഴിഞ്ഞ്, അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ മോനെല്ലാം ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, അതായത് ഒരു ഏകദേശം 1.5 വർഷമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് ഫസ്റ്റ് ഡെലിവറി എല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ +1, +2 എല്ലാം പഠിച്ചത്. പക്ഷേ ആ ഒരു പഠിച്ച ടൈമിലൊന്നും വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു ശരിക്കും എൻ്റെ സ്കൂളത്തെ ആ ഒരു ലൈഫിലാണ് എനിക്ക് നല്ല ഫ്രണ്ട്സും ആ ഒരു മെമ്മറീസ് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റൂലല്ലോ. അത് ആർക്കായാലും അങ്ങനെയാണ്. നമുക്ക് ആ ഒരു സമയത്തുള്ള ആ ഒരു മെമ്മറീസ് ഒരിക്കലും നമുക്ക് മറന്നേ പോകില്ല. അതുപോലെ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞത് 2010-ലാണ് കേട്ടോ. അപ്പോൾ 2010-ത്തെ ആ ഒരു SLC എല്ലാം കഴിഞ്ഞ ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 14 വർഷത്തോളമായി കേട്ടോ മംഗലമെല്ലാം കഴിഞ്ഞിട്ട്. ഇനിയിപ്പം പിന്നെ ഈ ഒരു കാർഡിലെല്ലാം ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ തന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ കൊടുത്തതൊന്നും ഇപ്പോൾ അവരുടെ അടുത്ത് ഉണ്ടോയെന്ന് തന്നെ പറയാൻ കഴിയില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പിന്നെ എൻ്റെ ഒരു വട്ടിന് എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കൽ. എന്തോ ഒരു ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ എപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കെല്ലാം എടുത്ത് നോക്കലാന്ന് കേട്ടോ. എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കിട്ടിയിട്ട്. പിന്നെ വേറെ അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ തന്ന ആ പിള്ളേരെന്ന് പറയുക, കാരണം ആ ഒരു ടൈമിൽ പിള്ളേരാണെന്നല്ല. അപ്പോൾ ഈ തന്ന പിള്ളേർക്കെല്ലാം ഇത് ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആക്കിട്ടാ. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇവരൊന്നായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല കേട്ടോ. ഞാൻ ആ ഒരു സ്കൂൾ ലൈഫിൽ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ ഇവരൊന്നായിട്ട് ഇപ്പം ഒന്നും അറിയേ ചെയ്യില്ല കേട്ടോ. ഇവർ ഒന്നാമത് എല്ലാവരും ബിസിയായി, കാരണം മക്കൾ ആളെല്ലാം ആയിട്ട് ഓരോരാളും ഓരോരോ ഭാഗത്തായി, എല്ലാവരും ഓരോരോ ഏരിയയിലേക്കായി. അപ്പോൾ പിന്നെ ആരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
പിന്നെ ഇതും ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് നമ്മളൊരു അറബി ഫ്രണ്ടിൻ്റെ മാരേജിൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഏകദേശം ഒരു 11 വർഷമായി കേട്ടോ. കാരണം അവരെ മാരേജിൻ്റെ സമയത്ത് നമ്മൾ അബുദാബിയിലാണെന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നേരം ഞാനിതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തോ ഒരു രസം തോന്നി. ഇത് നല്ലൊരു പാങ്ങ്. പിന്നെ ഒരു പുറം നാട്ടിലൊരു മാരേജ് ഫങ്ഷനും അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എന്തോ ആ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അതും അങ്ങനെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഡയറി ഉണ്ട്. അപ്പോൾ ഇതും ഈ ഡയറിയിൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. കുറേ റെസിപ്പീസ് എഴുതലാണ് കേട്ടോ. പണ്ട് റെസിപ്പീസ് എല്ലാം എഴുതലല്ലേ, ഇപ്പോൾ അല്ലേ പിന്നെ എല്ലാം വീഡിയോസും ഇതെല്ലാം ഇറങ്ങൽ. അപ്പോൾ ഞാനിങ്ങനെ റെസിപ്പീസ് എല്ലാം എന്തെങ്കിലും കിട്ടിയാലെല്ലാം ഇങ്ങനെ എഴുതി വെക്കലുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ കുറച്ച് വാച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുറേ ഓർമ്മകളാണ് കേട്ടോ. ഞാൻ ആ ഒരു സ്കൂളെല്ലാം പോകുന്ന ടൈമിലെല്ലാം യൂസാക്കിയത്. പിന്നെ ഇതിൽ കുറച്ച് ത്രെഡും കാര്യങ്ങളെല്ലാം കണ്ട. അപ്പോൾ ഇതിപ്പം എനിക്കറിയില്ല കേട്ടോ, അതൊരു ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പം ചില സമയത്ത് എനിക്ക് ഓരോരോ സമയത്ത് ഓരോരോ തോന്നലാണ്. അപ്പോൾ ഇത് ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫ്ലവർ വേസിലെല്ലാം വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. ഇപ്പം അതെനിക്ക് എങ്ങനെ ആക്കലെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ആ ഒരു റീചാർജ് കൂപ്പണ് അതെല്ലാം ഇതിലേ കൂടിയാണ് ഇതിൽ വന്നിനെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതെല്ലാം ഇങ്ങനെ അത് സൂക്ഷിച്ച് വെച്ചതൊന്നും നല്ലതായിരിക്കും കേട്ടോ. കാരണം അതിങ്ങനെ എങ്ങനെയോ ഇതിൽ പെട്ടതായിരിക്കും. ഇനിയിപ്പം അതെല്ലാം ഒന്ന് എടുത്ത് വെക്കലാണ്. ശരിക്കും എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതിങ്ങനത്തെ എല്ലാം എല്ലാവരുടെ അടുത്തും ഉണ്ടോയെന്നെല്ലാം കമൻ്റ് ആക്കട്ടോ. നിങ്ങളെ സ്കൂൾ ലൈഫിലെല്ലാം ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് കിട്ടീനോ, ഇങ്ങനെയെല്ലാം ഉണ്ടായിനോ എന്നെല്ലാം കമൻ്റ് ആക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷനൊന്നും ഇങ്ങനത്തെ കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ ഒന്നും ഇപ്പോൾ എവിടെയും കാണലൊന്നുമില്ല, ഷോപ്പിലൊന്നും അങ്ങനെ കാണലില്ല. പിന്നെ ഇപ്പോൾ മൊബൈലും ഇതെല്ലാം ഇറങ്ങിയോണ്ട് എല്ലാവരും വിഷസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പോൾ അതെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ ഒന്നും ആർക്കും അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ പറ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഉമ്മ ഇടുന്ന് നെയ്പ്പത്തിലാക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ ആ ഒരു ചിക്കൻ അതാക്കിനല്ല, ചിക്കൻ വറുത്തത്. അപ്പോൾ പിന്നെ അതിന് കോംബോ ആയിട്ട് നല്ല നെയ്പ്പത്തിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ചിക്കൻ വറുത്തതിന് നെയ്പ്പത്തിൽ തന്നെയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. പിന്നെ പത്തിലും കുഴപ്പമില്ല. അപ്പോൾ നെയ്പ്പത്തിലിടുന്ന ഏകദേശം ചുട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പിള്ളേർ വരുമ്പോഴത്തേക്കെല്ലാം നമ്മളിത് റെഡിയാക്കലാണ്. കാരണം അവർ വരുമ്പോഴത്തേക്ക് ആ ഒരു വൈകുന്നേരം ഏകദേശം അവർ വരാൻ തന്നെ ഒരു 4:30 കഴിയും. അപ്പോൾ പിന്നെ വന്ന് ഒന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് മഗ്‌രിബെല്ലാം ആവുമല്ലോ. പിന്നെ പഠിക്കുകയെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഫ്രൂട്ട്സോ പാലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കലാന്ന്. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം രാത്രിയത്തെ ഫുഡ് അടിയെല്ലാം കഴിയും കേട്ടോ. പിന്നെ ഇപ്പം മഗ്‌രിബെല്ലാം നേരത്തെയല്ലേ, ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നല്ല ഇരുട്ടായി. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരുപാട് ടൈമാണെന്ന് തോന്നട്ടാ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രിയത്തേത് വേഗം ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം അങ്ങനെ കഴിയലാണ്. അപ്പോൾ ഈ ഒരു നെയ്പ്പത്തിൽ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇനിയിൽ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ മുകളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കരിക്കെല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പുഡിങ്ങെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇട്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം വീഡിയോസ് ഇഷ്ടമാണോ ഇല്ലയോ എന്നെല്ലാം കമൻറ്റ് ചെയ്യട്ടോ. കാണുമ്പോൾ എന്തുണ്ട് എന്താണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ആക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് വരാം കേട്ടോ.